ഡയമണ്ട്സ് വെറുതെ ഭാര്യ സീസൺ 2 പവർഡ് ബൈ ന്യൂട്ടലയുടെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൗണ്ട് ഏതാണ്? ഷോപ്പിംഗ് റൗണ്ട്. ഷോപ്പിംഗ് റൗണ്ടിൽ ഇന്ന് ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സുന്ദരനാക്കാൻ പോകുന്ന ഭാര്യ, ഇവിടുത്തെ ഏറ്റവും ക്യൂട്ട് കപ്പിൾസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രണ്ട് ഗ്ലാമർ താരങ്ങളാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഷിനു ആണ് ഇന്ന് ഷബീറിനെ സുന്ദരനാക്കാൻ പോകുന്നത്. ഷബീറിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ആഹാ, എന്ത് സുന്ദരിയായിരിക്കുന്നത്. ഞാൻ ശരിക്കും ഡള്ളായി പോയി, ഈ ഒരു കറുത്ത ഇതായിപ്പോയി. മറ്റേ ഞാനിങ്ങനെ നല്ല നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നു. റെഡിന്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇത് അന്ന് തന്നെ ഫുൾ മാർക്ക് മേടിച്ചു പോയ ഒരാളാണ്. എന്നാലും നമ്മൾ കൂടുതൽ എപ്പോഴും നല്ല കാര്യങ്ങൾ നല്ലതെന്ന് വിശേഷിപ്പിക്കുന്നു. ഒന്നും കൂടെ സുന്ദരിയായി പോയോ ഷിനു? തെറ്റായി പോയത്? എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. ഇവര് മൂന്നുപേരും കണ്ടുപരിചയമുണ്ടോ? സൈഡിൽ ഇരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാം, മധ്യാഹ്നത്തിലിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സണ്ണിച്ചൻ, ഒടുവിലത്തെ കണ്ണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാജീവ് മാഷ്, നമ്മുടെ ഷിനു. ഷിനു എങ്ങനെയായിരിക്കും? ഷബീർ എങ്ങനെയായിരിക്കും? ജെല്ലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ വരുവോ? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഷബീർ ഏത് രൂപത്തിലും എവിടുന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഷിനുവിന്റെ പർച്ചേസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടുനോളയാം. മുഖത്ത് കണ്ടു, എന്താന്നറിയില്ല, ഒരു മ്ലാനത ഇല്ല കേട്ടാ. അത് ശരി, അവൻ ടാസ്ക് പറയാൻ പോവാ. ഇനി അവസാനം പറയരുത് മ്ലാനത ഉണ്ടെന്ന്. ഉറപ്പാണല്ലോ? കുറച്ച് ഗട്സ് കൂടുതലാണ്. നമുക്ക് നോക്കാം ഈ ടാസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോണേ. ഇനി നമുക്ക് ഷബീറേട്ടനെ സുന്ദരനാക്കണം. അതാ വലിയ പാട്. അതെ, കേട്ടോ ഷബീറേട്ടാ? അപ്പൊ നമുക്ക് ആകെ 15 മിനിറ്റേ സമയമുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് ഇവിടെ ഇത് കല്യാൺ സിൽക്സ് ആണ്. നമ്മള് അവിടെ നമുക്ക് എന്താ ഡ്രസ് എടുക്കണം. ഇത് കൂടാതെ ഷൂ എടുക്കണം. ഓക്കെ, നമുക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. എവിടെയായിരുന്നു? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. വീടും കേട്ടോ കാക്ക, പേടാണ് കാക്ക. ഇടക്കിടക്ക് ഇങ്ങനെ നോർമലായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് എടുക്കാൻ. കാര്യം കൂടെ പറയണ്ട്, അവിടെ നമുക്ക് റാമ്പ് ഉണ്ട്, റാമ്പ് വാക്ക് ഉണ്ട് ഷോല്. ഐ മീൻ സിൽവർ കര. അപ്പൊ ഫാമിലി ആയിട്ട് വരണം. ഫ്ലോറില് ഇതാ ഫ്ലോറില്. മനസ്സിലായില്ല? അപ്പൊ അതിനനുസരിച്ച് കൂടെ റേറ്റ് വീതി ഉള്ളതിന് ആയിരിക്കും സിൽവർ കര എന്നൊക്കെ. മുകളില് ഇത് എത്ര റേറ്റ്? 1180. ഇതോ 685. എപ്പോഴെങ്കിലും ഇങ്ങനെ വില സിൽക്കിന്റെ ഷർട്ട് ഒന്നും കേൾക്കുന്നില്ല. സിൽക്കിന്റെ ഷർട്ട് എടുക്കൂ. ഈ ഷർട്ടിന് എത്ര റേറ്റ്? 3000. വേണ്ട, ഇത് 42. ഇത് 40. ഇത് 42. ഞാൻ കണ്ടിട്ടുണ്ട് ഷബീറേട്ടൻ. സോറി, വലിപ്പം ഷബീറേട്ടൻ ഞാൻ ഇതേ കളർ ഷർട്ട് കണ്ടിട്ടുണ്ട്. 40 മതി. ബട്ടൺസ് കൂടണോട്ടാ. അവിടെ പോയി ഫാഷൻ ഷോയ്ക്ക് ഇടാനുള്ളതാ. ഈ കളർ ഷർട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിങ്ക്, റെഡ്, ഗ്രീന്, ഡാർക്ക് ബ്ലൂ, പിങ്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. പിങ്ക് ഇല്ല. ടെൻഷൻ അടിപ്പിക്കില്ല, പിങ്ക് ഇല്ല. എനിക്കല്ലേ അറിയാവുന്നത്. മതി. ഇത് റേറ്റ് എത്രയാണ്? 2000 അടുത്ത് വരും. ഇനി എന്താ വേണ്ടേ? ഇനി വേണ്ട, വേറൊന്നും വേണ്ട. എടുത്തിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോ അറിയാൻ പാടില്ല. കാക്കാ സുഖനായിട്ടൊക്കെ നിക്കണേ. ഫാഷൻ ചോദിക്കേ. 4 മിനിറ്റ് 7 സെക്കൻഡ്. ലിഫ്റ്റ് പോകുന്നപ്പോ എന്റെ കുഴപ്പമാണോ? അത് എന്റെ കുഴപ്പമാണോ? പിന്നെ അത് നിങ്ങൾ കണക്കിപ്പെടുത്താൻ പറ്റില്ല കേട്ടാ. പറ്റില്ല. ഞങ്ങൾ തിരിച്ചെത്തി. സമയം 4 മിനിറ്റ് 36 സെക്കൻഡ്. ഇത്രയും സമയം കൊണ്ട് ഹിഞ്ചേച്ചി ഒരുവിധം പോട്ടിയുടെ പോലൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഞാനും ഷിൻചേച്ചി ഇവിടെ എറണാകുളത്ത് ബൂട്ട്സിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ ഇനി ഷബീറേട്ടന്റെ മുണ്ടിനും ഷർട്ടിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ചെരുപ്പെടുക്കാൻ പോവാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സമയം ബാക്കിയുള്ളത് 10 മിനിറ്റ് 64 സെക്കൻഡ്. പിന്നെ ക്യാഷ് 1850, 1850. നോ ഡൗട്ട്. തുടങ്ങല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. 42 സൈസ് എന്ന് പറയുമ്പോ 9 ആണോ? 8ഓ? 42. അത് എവിടെയാ? അതിൽ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഈ ടൈപ്പ്. ഇതൊന്നും എടുത്ത്
റേറ്റും പറയണം കേട്ടോ. 42 ഇല്ല. ബ്ലാക്കിന്റെ ഇത് റേറ്റ് എത്രയാ? 1850 അല്ലേ ബാക്കിയുള്ളത്? ഇത് എത്ര? 42 അല്ലേ? അത് 9 ആണോ 8 ആണോ? തീർന്നോ? ഓക്കെ. അപ്പോ ഞങ്ങള് വെറും 43 സെക്കൻഡില് തീർത്തു. നമ്മളൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ചെരുപ്പാ മുണ്ടും ഷർട്ടിനും വേണ്ടിയിട്ട് എടുത്തു. ഇനി ബാക്കിയൊക്കെ ജഡ്ജസ് ആണ് തീരുമാനിക്കുക എത്ര മാച്ചിങ് ആയിരുന്നു, എത്ര നന്നായിട്ട് എടുത്തു, എത്ര സമയം യൂസ് ചെയ്തു. ഭയങ്കര രസകരമായിട്ട് തന്നെ ഷിനു വളരെ ഒരു തുള്ളിയോടും പുള്ളിമാനെ പോലെ ഭയങ്കര രസകരമായിട്ട് ഓടിച്ചാടി സമയത്തിനുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്തു. ആ ചെരുപ്പിലുമൊക്കെ ഷബീർ എത്രത്തോളം സുന്ദരനായിട്ട് വരുമെന്ന് നമുക്ക് കണ്ടു കളയാം അല്ലെ? എന്ന് പറയുന്നു. റെഡി? വെറുതെ അല്ല ഭാര്യ എന്താ ജോഡികളല്ലേ, കലക്കി കളഞ്ഞിരിക്കുകയാണ്. ഷിനുവിന്റെ പർച്ചേസ് മോശമായിട്ടില്ല. ഷബീർ ഓൾറെഡി സുന്ദരനായതുകൊണ്ട് ഈ റെഡ് മുഖത്ത് വല്ലാണ്ട് അങ്ങ് ആഞ്ഞടിക്കുന്നതിന്റെ ആ പ്രതിഫലനം മുഖത്ത് കിടക്കുന്നതുകൊണ്ടും ഒരു റൂഷിന്റെ ഒരു എഫക്റ്റും കിടക്കുന്നത് കൊണ്ട് ഒരു മൊത്തം ആ സിൽവർ കരയിലുള്ള മുണ്ടും എല്ലാം കൂടെ ആയിട്ട് എങ്ങനെ ഫാഷൻ ഷോയിൽ എന്തോ തോന്നി? ഒരു ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കരയുമായിരുന്നോ? സന്തോഷം കൊണ്ട് നന്നറിഞ്ഞു ഇതാ. അപ്പൊ ആ നടത്തത്തിലൊക്കെ എന്ത് തോന്നി? അങ്ങനെ ഒരു മോഡലാകാൻ പണ്ടൊരു ആഗ്രഹം എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? കുറച്ചിങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. റോട്ടിൽ കൂടെ എവിടെയാ നടന്നത്? ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാ, അതുകൊണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ നടപ്പിക്കുമായിരുന്നു. നടന്നിട്ടുണ്ട്. ഒരു നല്ല രസമായിട്ട് ഒരു വലിയ ചിരിയും ഒന്നും ഇല്ല, പക്ഷെ ഒരു ആണുങ്ങളുടെ ഒരു സ്മൈൽ ഉണ്ടല്ലോ. അതെ അതെ, നടക്കുമ്പോ ചിരിക്കാൻ പാടില്ല എന്ന് പറയണേ. അല്ല, അത് ഭംഗിയായിട്ട് കൊല്ലും. ഇമ്രു മോനെ എന്നായിരുന്നു ആരുടെ കൂടെ പോണോന്നോ? കൊച്ചു അമ്മ ഒരു വഴിക്ക് അച്ഛനൊരു വഴിക്ക്. ഞാൻ പുള്ളി ഒരു കാര്യം ചെയ്തോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂന്നാല് നടന്നു. അപ്പോഴാണ് അറിഞ്ഞത് അമ്മ തിരിഞ്ഞു നിൽക്കുമ്പോ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. ഇത് എന്താ സംഭവം ഇമ്രുവിനും മനസ്സിലായില്ല. കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചായിരുന്നോ? ചോദിക്കട്ടെ, വീട്ടിൽ ഇവര് പ്രാക്ടീസ് ആയിരുന്നോ? അപ്പൊ ഷിനു എന്ത് തോന്നി? എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കാര്യം ചെയ്യാം, സുഹൃത്തുക്കളാണല്ലോ ഇരിക്കുന്നത്, അവര് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് അങ്ങ് വിലയിരുത്തിക്കോണം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാമിൽ നിന്ന് തുടങ്ങാം. സാമ്, നിങ്ങളുടെ റാംബോ ഒക്കെ ഫസ്റ്റ് പറയേണ്ട അതൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്രൈറ്റീരിയ ഇത് മാച്ചിങ് ആയിരിക്കണം. അത് എക്സാക്ട്ലി ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല മാച്ച് നിങ്ങളുടെ ആയിരുന്നു. താങ്ക് യു. പിന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ മുണ്ടിന്റെ ആ കര, സിൽവർ കരയും ഷിനുവിന്റെ ആ സാരിയുടെ ആ സ്റ്റോൺ വർക്കും നല്ല മാച്ചായിരുന്നു. ഷിനുവിന് കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു, ആ ചെരുപ്പിച്ചൂടെ നല്ലത് സെലക്ട് ചെയ്യായിരുന്നു. ഒരു ഹാഫ് ഷൂ ആയിരുന്നെങ്കിൽ തകർത്തേന്, എന്റെ ഒരു വ്യൂവിൽ കൂടെ തോന്നുന്നത്. പിന്നെ ഷർട്ട് അത് ഷോർട്ട് ഷർട്ട് ആയതുകൊണ്ട് നല്ല എടുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇമ്രുവിന്റെയും കൂടെ കര സിൽവർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാച്ച് ആയെന്ന് തോന്നുന്നു. അന്വേഷിച്ചു, പിള്ളേർക്കുള്ള സിൽവർ കര ഇല്ല എന്ന് പറഞ്ഞു. നെഗറ്റീവായിട്ടൊന്നും അല്ല, പക്ഷെ ആ ചെരുപ്പ് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു എഫക്ട് കിട്ടിയേനെ. ശരിയാണ്, ഞാൻ ഇതുവരെ ഇതുപോലൊരു ഇങ്ങനെ കെട്ടുള്ളൊരു ഷൂ ഇട്ടിട്ടില്ല. ഹാഫ് ഷൂ ആണ് എനിക്ക് ഉള്ളതല്ല. കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കലക്കി സാം, നല്ല രസമായിട്ട് കമന്റ്സ് പറഞ്ഞു. സാമിനെ പോലെ കമന്റ്സ് ഞാൻ സണ്ണിയിൽ നിന്നും സാറിൽ നിന്നും പ്രതീക്ഷിക്കാറ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ പർച്ചേസ് നമ്മൾ കണ്ടല്ലോ, എനിക്കതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഷിനു വളരെ, ഞാൻ പണ്ട് പറയുന്നില്ല, വളരെ എനർജറ്റിക് ആയിരുന്നു. മനസ്സിൽ മൊത്തം ആ എയിമ, എവിടെ ഷർട്ട് എവിടെ ഇരിക്കണം എങ്ങനെ, എന്നാൽ ശിബിർ പറഞ്ഞ് ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ ഒരൊറ്റ വിടലാണ്. നല്ല രീതിയിൽ തന്നെയാണ് ആ പർച്ചേസ് ചെയ്തത്. പിന്നെ പണം യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അത് കറക്റ്റ്, ഒരു രൂപ പോലും മിച്ചമില്ലെന്നു അല്ലേ, കറക്റ്റായിട്ട് യൂസ്. ഞാൻ അങ്ങനെ ഒരു പർച്ചേസ് ഇപ്പോൾ ആദ്യമാണെന്ന് തോന്നുന്നു. ആ ഒരു രൂപ പോലും മിച്ചമില്ലാതെ ഒരു കറക്റ്റ് റൗണ്ടിങ്ങിൽ ചെയ്യണേ, അത് ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ കിട്ടിയ പൈസ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. പിന്നെ മുണ്ടും ഷർട്ടും എടുത്ത് അത് സെലക്ട് ചെയ്തതിൽ അങ്ങനെ ഒരു നിങ്ങളത് ചൂസ് ചെയ്ത് വളരെ ആപ്റ്റായി. കാര്യം ഞാൻ ഷബീർ എപ്പോഴും മുണ്ട് ഷർട്ട് നല്ലൊരു മാച്ചിങ് ആണ്, അവൾക്ക് ഇടുമ്പോൾ നല്ലൊരു ഗെറ്റപ്പ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഇമ്രു ഷിനു വളരെ ഭംഗിയായിട്ട് കേട്ടോ.
നന്നായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പിന്നെ എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത്, സാറിന് ഷീനു ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ ഷീനുവിനെ കണ്ടിട്ടില്ല. കാരണം ഇതിൽ ഫ്ലോറിലാണെങ്കിൽ ഈവൻ എലിമിനേഷൻ ഔട്ട് ചെയ്യുന്നാൽ പോലും ഷീനു ചോദിക്കുന്നതിന് ആപ്റ്റായിട്ട് കറക്റ്റ് മറുപടി ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷിബില ഷർട്ട് ബട്ടൺസ് ഇനി കൂടാതെ വന്നു കഴിഞ്ഞാൽ ഫാഷൻ ഷോയ്ക്കുള്ള അവസ്ഥ ഓർത്തിട്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയതാണ് സാം പറഞ്ഞതിനേക്കാൾ മുണ്ടിന്റെ കരയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ ഷർട്ട് ആ കളറാകുമ്പോൾ കര ആ കളർ വന്നിരുന്നത്. കാരണം അവിടെ എല്ലാം റെഡാണ്. ഇപ്പൊ താഴേക്ക് ഒരു ബ്ലാങ്കും അല്ല, സിൽവർ അങ്ങ് എടുത്ത് കാണിക്കുന്നില്ല. ആ സമയം ആ ഷർട്ടിന്റെ കര വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ്. പിന്നെ ഷർട്ട് നല്ല കറക്റ്റ് ഫിറ്റ് ആണ്, കാരണം അളവെടുത്ത് തയ്ച്ചോലുണ്ട്. സിൽക്കിന്റെ ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാഷ് ചെയ്താൽ ഒന്ന് ഷ്രിങ്ക് ചെയ്യും. അത് മാത്രമല്ല ഒരിക്കലും ഒരു 40 സൈസുള്ള ഒരാൾക്ക് ഒരിക്കലും 40 സൈസ് എടുത്താൽ സിൽക്കിന്റെ ഷർട്ട് ഭയങ്കര ലൂസ് ആയിരിക്കും. അത് അവർ ആ സെയിൽസ്മാൻ പറയുന്നുണ്ടായിരുന്നു. അത് എഫക്ട് കിട്ടും എന്നുള്ള 38 സൈസ് തന്നെ 38 എടുത്തിരിക്കുന്നത്. അപ്പൊ 38 സൈസ് എനിക്ക് ഒരിക്കലും കയറുന്നില്ല. പക്ഷെ സിൽക്ക് ആയതുകൊണ്ട് മാത്രം ഫിറ്റ് ആയത്. വളരെ നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു. സജി മാഷിന്റെ ആണെങ്കിലും സാമിന്റെ ആണെങ്കിലും സണ്ണിച്ചന്റെ ആണെങ്കിലും ഇക്കാക്കാന്ന് എന്റെ ഇടയ്ക്ക് ഒരു 10 പ്രാവശ്യം വിളിച്ചു. എന്തൊരു സ്നേഹം ഇത്. ഓട്ടം എന്ന് പറഞ്ഞ ഒരു 1.5 ഓട്ടം ഓടിക്കളഞ്ഞു. മറ്റേ ആങ്കർ കുട്ടിക്ക് കണ്ടുപോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു ഓട്ടമായിരുന്നു. എന്തായാലും വളരെ രസകരമായ ഒരു പർച്ചേസിംഗ് ആയിരുന്നു നിങ്ങൾ നടത്തിയത്. അത് വിജയിച്ചു. നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മാർക്സ് അറിയാം. സാമിൽ നിന്ന് തന്നെ തുടങ്ങാം. 9.5. 9 മാർക്ക്. 9 മാർക്ക്. 9 മാർക്ക്. 27.5. അപ്പോൾ താങ്ക് യു ഷബീർ, താങ്ക് യു ഷിനു, താങ്ക് യു ഇമ്രു ബാബ. അപ്പച്ചനും അമ്മച്ചിക്കും വയ്യാണ്ടായി. ഇനി ഈ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമാ. ഇനി കർത്താവ് തുണച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അടി. എന്നാലും എനിക്ക് വീടും പൊരിയിടം കിട്ടുമെന്നാ ഞാൻ കരുതിയത്. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മുടെ മക്കൾ തിരിച്ചു വിളിക്കുമെന്ന് കരുതിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു നാടക ട്രൂപ്പ് തുടങ്ങാം. എന്നെയും കൂടെ വിളിച്ചാൽ മതി അതിൽ അഭിനയിക്കാൻ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ക്ലൈമാക്സ് ആയിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് 1ാം സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന